ഇഷ്ടപ്പെട്ടത് എന്താണോ അതുമേ നമ്മൾ എഫേർട്ട് എടുത്തെങ്ങാണ്ട് ചെയ്യുകയാണ് വെച്ചാൽ അതിന് റിസൾട്ട് 100% അടിക്കുന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുട്ബോളാണ്. പക്ഷെ ഈ ഫുട്ബോളിന് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലോ ഇതിനെ കുറിച്ചിട്ട് പഠിക്കണം. എന്താണ് ഇത് മാർക്കറ്റ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ലാഭങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് അതിൽ ചർച്ച വരുള്ളൂ. അതിൽ ചർച്ച 2-3 ആള് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർ ആ ചർച്ച വരുന്ന ലാഭത്തിനെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് നഷ്ടത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയൊക്കെ നഷ്ടത്തേക്ക് പോകാം അതും കൂടി ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും എനിക്ക് ആ ബ്രാഞ്ച് ഉണ്ട്, എനിക്ക് ഇത്ര ബ്രാഞ്ച് ഉണ്ട്, എനിക്ക് 4 ബ്രാഞ്ച് ഉണ്ട്. അതിലല്ല കാര്യം. അതാത് മേഖല ഏതാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ വേണം മന്ത്രിമാകാൻ എന്നറിയണ്ടല്ലോ. അങ്ങനെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയുള്ള ആളാണ് ഗണേശ. മോഡിഫിക്കേഷനിൽ കേരളത്തിലുള്ള പിള്ളേര് പറഞ്ഞ ചില്ലറ പിള്ളേരല്ല. ഹായ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് എൻ്റെ സ്വന്തം ചോരയാണ്, അമ്മോനാണ് നമ്മളെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ മുപ്പരെ വിളിക്കാനുള്ള റീസണ് ആ മുപ്പരെ തന്നെ എനിക്ക് മനസ്സിലാവും. ഒരുപാട് ഇൻസ്പിറേഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വവായി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് സമയം കാണില്ല. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ആരാണ് എന്താണെന്നുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ. പിന്നെ ഞാൻ ഷിഹാബ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ലെങ്കിലും ന്യൂ കാർ പാർക്ക് കാർ ആക്സസറീസ് പെരിന്തൽമണ്ണുള്ള അതാണ് ഞാനും അനിയനും ഉണ്ടാക്കൂ. അങ്ങനെയാണ്. പിന്നെ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ചില്ലീസിൻ്റെ അവിടെയാണുള്ളത്. പിന്നെ വാഹനമാണ് ക്രൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ ക്രൈസ് ഉള്ള ബിസിനസ് ആക്കി? അതന്നെ ബിസിനസ്സാക്കി. അത് വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിനോട് ഭയങ്കര ക്രൈസായിരുന്നു. അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ആക്സസറീസിൻ്റെ ഇതും. അല്ലെങ്കിൽ ഇപ്പോൾ അന്ന് നമ്മൾ മറ്റേ ബോക്സിൽ നിന്ന് സ്പീക്കറിൽ നിന്നൊക്കെ പാട്ട് കേൾക്കണ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകും. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ക്രൈസായിട്ട് ഞാൻ ഹൈവേ സൂപ്പർ മാർക്കറ്റിൽ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഹൈവേ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഉണ്ടായേക്കാം. അതിൻ്റെ നേരെ തൊട്ട് മുമ്പിൽ ഒരു ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ഏത് വണ്ടി വരുന്നു, അവിടുന്ന് ഏത് വണ്ടിയിൽ നിന്ന് പാട്ട് കേൾക്കണോ എന്നുള്ളത് ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ ഞാൻ കയറാൻ വേണ്ടി നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ശമ്പളമൊന്നും ഉണ്ടാവില്ല, പിന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നീട്ടി. പിന്നെയാണ് ഞാൻ എൻ്റെ അനിയനെ ഞാനിതിൽ ആക്കിയിട്ട് അവനെ പഠിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഏകദേശം ഒരു 10-15 വർഷത്തോളമായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സെറ്റാണ്, അൽഹംദുലില്ലാ. അല്ല, ഞാൻ ചോദിക്കുന്ന അപ്പോൾ ഒരു ഡൗട്ട്. അപ്പോൾ പഠനം സ്കൂൾ കഴിഞ്ഞ് കോളേജ് പോയില്ല? അതായത് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇത് കറങ്ങണത് ഹൈവേ സൂപ്പർ മാർക്കറ്റിൽ കറങ്ങണത്. ഓക്കെ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. ഇങ്ങനെ താല്പര്യം. അപ്പൊ അനിയന്റെ പഠനത്തിന്റെ കൂടെ അവനോട് പഠിക്കാനും പാടെ വിട്ട്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹൈവേന്ന് ഇങ്ങനെ 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഇത് ഏകദേശം ഏത് വർഷം ഓർമ്മ ഉണ്ടാവും? അതിപ്പോ ഏകദേശം 2005 2006 ആ ഒരു കാലഘട്ടമാവും മിക്കവാറും. 2007 ഏകദേശം 21 വയസ്സ് എനിക്ക് ആയിക്കാണ് ഞാൻ സൗദി അറേബ്യക്ക് പോയത്. കറക്റ്റ് 21 വയസ്സായപ്പോൾ തന്നെ അവിടേക്ക് 21 വയസ്സായാലുള്ളൂ ആളെ കയറ്റാന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ 21 ആയേക്ക് ഞാൻ സൗദിക്ക് അങ്ങനെ പോയി വിസ എടുത്തിട്ട്. പിന്നെ എനിക്ക് അറിയുന്നൊരു കാര്യം, 4 വർഷത്തോളം സ്ട്രക്ചറിൽ പ്രവാസത്തിൽ നിന്നു. പിന്നെ പ്രവാസത്തിലേക്ക് ഗൾഫ് പോയിട്ടുണ്ട് ഇപ്പോൾ എന്നറിയാം, പക്ഷെ പ്രവാസിയായിട്ട് പോയിട്ടില്ല. ഇല്ല. അപ്പോൾ ഈ 4 സ്ട്രെച്ചിലോട് പ്രവാസം അടുത്തതാണോ അതോ നാട്ടിൽ എന്താണ് അതിൻ്റെ ഒരു സംഭവം? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ വാപ്പ 10-35 വർഷത്തെ സർവീസാണ് ഗൾഫിൽ. അപ്പോൾ വാപ്പ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു അടിമയാണ്, ചെയ്തുകൊണ്ടിരിക്കുക കാരം, വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ കാരം, അതിലൊരു മോചനമല്ല. പക്ഷെ ഇപ്പോൾ കുറേ മാറ്റമുണ്ട് തോന്നുന്നു. അപ്പോൾ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാസ്പോർട്ടൊക്കെ അവനവൻ്റെ കയ്യിൽ തന്നെ വെക്കുക. ഞങ്ങളാ പോയ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അപ്പോൾ വാപ്പ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ നാട്ടിൽ എന്താണ് ഉള്ളത് കൊണ്ട് അവനവൻ്റെ വീട്ടിൽ വന്ന് കിടന്നൂടെ, ആരോടും പറയാനും ചോദിക്കാനൊന്നും വേണ്ട, അവനവൻ്റെ വീട്ടിൽ തന്നെ വന്നിരിക്കാന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇരിക്കുക ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല, ആ ചിന്തയാണ് മനസ്സിൽ. എവിടെ വർക്ക് ചെയ്താൽ കിട്ടും എന്നുള്ള ചിന്തയേ ഇല്ല. എന്തായാലും എന്താ പുറത്തുണ്ടല്ലോ, GCC കൺട്രീസ് ഉണ്ട്, യൂറോപ്പ് കൺട്രീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ സമയത്ത് അപ്പോൾ ഇവിടെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും ഇവിടെ ലാഭമില്ല. അവൻ കണ്ടോ പോയി കണ്ട് നല്ല സ്പ്രേ അടിക്കണത്, നല്ല വണ്ടി എടുക്കണമെന്നൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് മാത്രം, ആ സെറ്റ് മാത്രമുള്ള ആ ടൈമിന്. അങ്ങനെ ഇരിക്കാൻ ഞാൻ വാപ്പാനോട് പറഞ്ഞു ഇങ്ങനെ വിസ. അപ്പോൾ വാപ്പ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റിംഗ് അടിച്ച് പോയിക്കോ, വിസ ഞാൻ എനിക്ക് എടുത്തരില്ല. അങ്ങനെ അളിയനെ വിസ എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ പോയി. അവിടെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായി. എന്തായാലും കുറേ പഠിക്കാൻ പറ്റി. അവിടെ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായി എനിക്ക് അവിടുന്ന്. അതിനെ കുറിച്ചിട്ട് കുറേയൊക്കെ എനിക്കറിയാം. മുപ്പര് ഒരു വീഡിയോ ഉണ്ടാവും, മനോരമയുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആടുജീവിതം ഇറങ്ങിയ സമയത്ത് ഒരു മുപ്പര് വീഡിയോ ഉണ്ട്, സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ടൊന്ന് ബിസിനസ്. ഞാൻ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മെയിൻ കാര്യം, ഇപ്പോൾ ഒരുപാട് പ്രവാസികളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും പ്രവാസത്തിലുണ്ടാവും.
അവരൊക്കെ ആഗ്രഹമാണ് നിങ്ങൾ ഈ പറഞ്ഞ സംഭവം, അതായത് നാട്ടിൽ വന്നുകൊണ്ട് ഉമ്മ ഉണ്ടാക്കുന്ന ചോറും കഴിച്ച് വീട്ടിൽ കടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളത് ഷിഹാബൊക്കെ ഓൾറെഡി ബ്രേക്ക് ചെയ്താണ്. അതായത് ആ സാധനം ആ ഒരു തോട്ടിൽ നിന്ന് മാറി, ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി കണ്ട് നാട്ടിൽ നിന്ന് ബിൽഡ് ചെയ്ത ഒരാളാണ്. അപ്പം അത്യാവശ്യം മഷാല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് സ്വിച്ച് ചെയ്യാനുള്ള എങ്ങനെയാണ് ഈ മൈൻഡ് സെറ്റ് മാറ്റിയത്? ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും നാട്ടിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ചിന്താഗതി ആയിരുന്നു ആദ്യം. ഗൾഫ് പോയാലേ നടക്കുള്ളൂ, ഇല്ല ഇവിടെ നിന്നിട്ടൊന്നുമില്ല, ഇവിടെ നിന്നും ഇച്ച വെച്ച് കിട്ടൂല, നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല, സമ്പാദ്യം നിൽക്കൂല എന്നുള്ളൊരു ലെവലിലായിരുന്നു ഇവിടെ. പൊതുവേ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് സൗദി അറേബ്യ പോയിങ്ങാണ്ട് അവിടുത്തെ ഇടങ്ങേറും 4 വർഷത്തോളം ഞാൻ വരാതെ, എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു 5 വർഷം 6 വർഷം കണ്ടിന്യൂ ആയിട്ട് അവിടെ നിൽക്കുക, ഇങ്ങോട്ട് വരാതെ, നാട്ടിലേക്ക് വരാതെ. എന്നിട്ട് ഉള്ള സമ്പാദ്യം കൊണ്ട് എന്താ വെച്ചാൽ നാട്ടിൽ എന്തെങ്കിലും തുടങ്ങുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ എനിക്ക് 4 വർഷം ഇങ്ങോട്ട് വരാതെ 4 വർഷം ഞാൻ അവിടെ കണ്ടിന്യൂ ആയിട്ട് നിന്ന്. അതിനുശേഷം എന്ത് ചെയ്തു, പിന്നെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഇന്ത്യയൊക്കെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് എന്ത് തുടങ്ങാന്നുള്ളത് ആദ്യം. അപ്പൊ തീരുമാനിച്ചു ഇനി ബിസിനസ് ആണെന്നുള്ളത്. ബിസിനസ് ആണ്. ബിസിനസ് ആണ്. അതിന് അനിയൻ ഏകദേശം അവിടെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അനിയനെ ഞാൻ ഇതിലേക്ക് ഇപ്പൊ തന്നെ വിചാരിച്ചിട്ടില്ല. ഞാൻ അവിടെ മൊബൈലിന്റെ ഷോപ്പിലായിരുന്നു. പിന്നെ ലാസ്റ്റ് അവിടുന്ന് പോരാൻ നേരത്തെ 2 വർഷത്തോളം ഞാൻ മൊബൈലിന്റെ ഷോപ്പിലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മൊബൈലിന്റെ കൗണ്ടറോ മൊബൈലിന്റെ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാന്നുള്ളൊരു ലെവലിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമുള്ളത് ആക്സസറീസ് തന്നെയാണ്. ആക്സസറീസ് ഇല്ലെങ്കിൽ വണ്ടിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ അയക്കുക. പിന്നെ അനിയനോട് ഇങ്ങനെ അനിയൻ ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ സെറ്റായിട്ടുണ്ടാവും, ഇനി കുറച്ചുകൂടി കഴിയട്ടെ നിർത്തിയിട്ട് അതിൽ അനിയൻ തന്നെ എന്നോട് പറഞ്ഞ്, കാക്കോ ഞാൻ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ ഒന്ന് തുടങ്ങിയാലോ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സംരംഭം, കുറച്ച് ഒരു 4-5 സ്റ്റാഫുകളെ വെച്ച് ഞാൻ സ്ക്രീനിൽ ഫോട്ടോ കൊടുക്കാം. ഓക്കെ. ചെറിയ സ്റ്റാഫുകളെയും വെച്ച്, ചെറിയ ഷോപ്പിൽ കുറച്ച് സ്റ്റാഫുകളെയും വെച്ചിങ്ങാണ്ട് ഞങ്ങൾ മാനത്തുമംഗലത്ത് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ അതിങ്ങനെ 1 by 1 ആയിട്ട് കസ്റ്റമേഴ്സിനെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വരുന്ന കസ്റ്റമേഴ്സ് നിൽക്കാതെ വരികയും വേണം, പുതിയ കസ്റ്റമേഴ്സിനെ അടിയും വേണം. അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട് നല്ല സർവീസ് കൊടുക്കുക, അന്ന് മുതലേ ഉള്ളതായിരുന്നു. അത് വാപ്പാൻ്റെ ഒക്കെ ഒരു മെയിനായിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് പെർഫെക്റ്റായിട്ട് ചെയ്യുക. അത് കൂടുതൽ കസ്റ്റമർ വരുത്തുക എന്നുള്ളതല്ല, കുറച്ച് കസ്റ്റമർ ആണെങ്കിലും അവർ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് വിടുക. ഞാനിപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. യെസ്, അത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റിസൾട്ട് അടിക്കും. നമ്മൾ എങ്ങനെ നമ്മളിതിന് എഫേർട്ട് എടുത്തെങ്ങാണ്ട് ചെയ്യുന്നുണ്ടോ അത് കുറേ പിന്നെ ടേൺ ഓവർ കൂട്ടുക എന്നുള്ളതല്ല, ഉള്ളതിൽ വെച്ചെങ്ങാണ്ട് നമ്മൾ നല്ല റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും അടുത്ത ആളോട് പറഞ്ഞെങ്ങാണ്ട് നമുക്ക് നല്ല വർക്കും പിന്നെ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. മറ്റേതാകുമ്പോൾ കുറേ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എല്ലാതും പാടങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നിലൊന്ന് നമുക്ക് എത്താനും കഴിയില്ല, അവരെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാനും കഴിയില്ല. അപ്പം അങ്ങനെയല്ല. അപ്പോൾ കൂടുതൽ വണ്ടി കൂട്ടണം, അതിനനുസരിച്ചിട്ട് വർക്കേഴ്സിനെ കൂട്ടണം, പിന്നെ സ്പേസ് കൂട്ടണം, അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. പിന്നെ നാട്ടിലത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം, നാട്ടിൽ എന്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അവിടെയാണെന്നുള്ളത്, ഇത് നമ്മളൊരു മൈൻഡ് സെറ്റിൽ എന്താ വെച്ചാൽ ഒരു വിധം പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വർക്ക് ചെയ്തത്. കാരണം അവിടെ പോയി 10 വർഷം 8 വർഷമൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു ജോലിയിൽ. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇല്ലാത്തൊരു വർക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നാട്ടിൽ വന്ന് സെറ്റിൽ ആകുകയാണ്. അപ്പം അവർ പിന്നെ അവിടുത്തെ അവരെ കൊണ്ട് കഴിയണ വർക്ക് അവിടെ ഇട്ടിട്ട് അവരെന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബേക്കറി കട തുടങ്ങിയാലോ, ഇവിടെ ഒരു ജ്യൂസിന്റെ കട തുടങ്ങിയാലോ, ആ മൈൻഡൊക്കെ വരുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ നമ്പർ 1 ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആക്കാറാവും അവിടെ ഇങ്ങനെ. പക്ഷെ അവിടുത്തെ മിഷനറീസും കാര്യങ്ങളൊക്കെ പാടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് മൂപ്പർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മൂപ്പരെന്താ ചിന്തിക്കുന്നത്, നാട്ടിലിപ്പോ ഇങ്ങനെ ഇവിടെ ചപ്പാത്തി കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അങ്ങനെ ആരും കുറ്റപ്പെടുത്തല്ല, ചെയ്യുന്നുണ്ട്, ഉഷാറാണ്, പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കേറെ ഏം ചെയ്യാൻ പറ്റുന്നതും നല്ല ബ്രെയിനുള്ള ആൾക്കാരാക്കാരം അവിടെ ഇങ്ങനെ വലിയ വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചിന്തിക്കണം എന്താണ്, ഇവിടെ എങ്ങനെ നമുക്കൊരു പിന്നെ ഒരു വലിയൊരു മറ്റേ ഗോഡൗൺ പോലെ ഒരു സെറ്റിങ്ങോ അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറി പോലെ സെറ്റ് ചെയ്യാനോ കഴിയൂല എന്നുള്ളത്. ചെറുതെന്ന് തുടങ്ങാം. ഞാനൊക്കെ പഠിച്ച പാടാണ്. ചെറുതെന്ന് തുടങ്ങിയിട്ട് വലിയൊരു സംരംഭമല്ല നമുക്ക്. ചെറുതെന്ന് തുടങ്ങിക്കാണ്ട് വലിയത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക. ഏറ്റവും വലിയ സ്വപ്നം കാണുമ്പോഴാണ് പിന്നെ ഉമ്മ പറയുന്ന ഒരു കാര്യം, കുന്നോളം നീ ആഗ്രഹിച്ചോ എന്നാലും കുഞ്ഞുകുരുവോളയിലും കിട്ടും എന്നറിയും എൻ്റെ മൂത്ത പെങ്ങള്. അതായത് എൻ്റെ ഉമ്മനെ പറയുന്ന ഒരു കാര്യങ്ങളാണ് ഒക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഇതെനിക്കറിയാം. കാരണം ആദ്യം വിക്ടറിന് 3 ആള് പോയത്, വിക്ടർ എന്ന് പറഞ്ഞ ബൈക്ക് 3 ആള് പോയത്, പിന്നെ അത് ഇതായി കൊറോളയിൽ ഇപ്പൊ താറായി, ഫോർച്യൂണറായി. അത് ആ ഗ്രോത്ത് മനസ്സിലാവും നമുക്കിപ്പോ. നിങ്ങൾക്ക് ഫോർച്യൂണർ ഇപ്പൊ ആണെങ്കിൽ 5 വർഷം മുമ്പ് എടുക്കാം. ആ ഒരു ഗ്രാഫ് എനിക്ക് മനസ്സിലാവും. അത് വേറൊരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. നമ്മൾ എന്താണോ നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒതുങ്ങുമോ
എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ചില ആള് എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ ആലോചിച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നല്ല പിന്നെ സപ്പോർട്ടാണ് ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എന്ത് കാര്യങ്ങളും സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ നിന്നെ കൊണ്ട് കഴിയും അവരൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പ്രചോദനം എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മോട്ടിവേഷൻ തന്നുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഫാമിലിയിലും ആണെങ്കിലും എല്ലാവരും പറയും ചെയ്യാൻ കഴിയും, നീ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ ചെറിയ ഷോപ്പ് മാനന്തവാടിൽ സെറ്റ് ചെയ്തു, അതായത് ചെറിയ ഷോപ്പ്. പിന്നെ അവിടുന്ന് വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? അവിടുന്ന് ബാക്കിൽ നിന്ന് റിവൈസ് ചെയ്ത് തരാം. അവിടുന്ന് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഷോപ്പ് സെറ്റ് ചെയ്തു. അന്ന് എത്ര സ്റ്റാഫ് ആയിരുന്നു? അന്ന് ഏകദേശം ഒരു 4-5 സ്റ്റാഫ് ഉണ്ടാവും. ഞാൻ അനിയനും അല്ല തുടങ്ങിയേക്ക് 3-4 ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങള് ഇപ്പൊ ഏകദേശം 23 സ്റ്റാഫോളം 23 സ്റ്റാഫോളം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാ അടുത്ത ആഴ്ചയോടുകൂടി ഒരു 6 സ്റ്റാഫും കൂടി വരുന്നുണ്ട്. 23+6 അവിടുത്തെ ഒരു മെയിൻറ്റെയിൻ വേറൊരു സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുള്ളൂ. അപ്പോൾ അതിന് ഒരു മാസത്തിന്റെ ഗ്യാപ്പ് ഏകദേശം പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് റിന്യൂ ചെയ്യുന്നുണ്ട് ഷോപ്പൊക്കെ. അപ്പോൾ ഇതിലുള്ള ഒരു കേസ് എന്താ വെച്ചെങ്കിൽ, അപ്പം നിങ്ങൾ പറഞ്ഞു പ്രവാസത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ ചെറുതായി തുടങ്ങി അവരെന്ത് ചെയ്യണം, ഗ്രാഫ് ബുക്കിംഗ് കൊണ്ടേ ഇരിക്കണം. ഇത് വരെ എനിക്ക് ഓക്കെ, ഇപ്പം ഇത് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിൽ വേറെ കാര്യങ്ങൾ ആഡ് ചെയ്തു. നമുക്ക് അവിടെ എന്തിനാണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ വേറൊരാൾ ഇന്ന സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിലൊന്നും പോകണ്ടെന്നല്ല, അത് വിജയിക്കാനുള്ള ചാൻസ് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തിലാണോ ഗുഡ് അത് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. അപ്പം നിങ്ങൾ ഇതുപോലെ ചൂസ് ചെയ്തു, ഇതുപോലെ എടുത്തു, ഡിസൈഡ് ചെയ്തു, വന്ന് ചെയ്തു. അങ്ങനെ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസുകൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം എന്തായാലും ഇത് ഈസി ആയിട്ടുള്ള ഒരു പരിപാടി അല്ലാന്ന് എനിക്കറിയാം. ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. എല്ലാവരും പറയും പിന്നെ സിമ്പിൾ അല്ലേ പരിപാടി, ഇഷ്ടമല്ലേ. ഇതിന് എനിക്ക് എൻ്റെ പറയാൻ എന്താണെന്നറിയോ, ഇഷ്ടപ്പെട്ടത് എന്താണോ അതുമേ നമ്മൾ എഫേർട്ട് എടുത്തെങ്ങാണ്ട് ചെയ്യുകയാണ് വെച്ചാൽ അതിന് റിസൾട്ട് 100% അടിക്കും എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുട്ബോളാണ്. പക്ഷെ ഈ ഫുട്ബോളിന് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലോ അടിപൊളിയാവൂലേ? ഇഷ്ടപ്പെട്ടൊരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് ശമ്പളം കൂടി മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതല്ലേ. അപ്പൊ അതുപോലത്തെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വർക്കും ആയിക്കോട്ടെ, ആ വർക്ക് നമ്മളൊരു സ്പോർട്സ് സ്പിരിറ്റിൽ എടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇങ്ങനെ സാലറി ആയിട്ടും ഇൻകായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെ, ഇപ്പോൾ അത് ഭയങ്കര വലിയ പോയിന്റ് ആണ്. അതായത് നമ്മളെ പാഷനെ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമുക്ക് മടുക്കൂല. ടൈം നോക്കാതെ വർക്ക് അതിന് ഒരുപാട് എക്സസൈസ്. നിങ്ങൾ സൺഡേ ഒക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. സൺഡേ ലീവ് കൂടി എടുക്കാതെ അത് അതിനുള്ള താല്പര്യം കൊണ്ടാക്കാറ്. അല്ലെ, ഇപ്പൊ എനിക്ക് താല്പര്യത്തിൽ പണിയാണെങ്കിൽ ഞാൻ ചെയ്യൂല. 5 മണിക്ക് ഇറങ്ങി ഓടാനുള്ള പ്ലാനാക്കാറ്. ചിലപ്പോൾ നിങ്ങൾ 10-12 വരെ നിൽക്കണതാണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ വീഡിയോ കാണുന്നവരോട് മനസ്സിലാവും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാഷൻ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ചെയ്താൽ നടക്കും. പിന്നെ മുപ്പര് പറഞ്ഞ ചെറിയൊരു സാധനത്തിൽ നിന്ന് വലുതായി കൊണ്ടുവന്ന, ഇപ്പൊ ചെറുത് തുടങ്ങി അതൊന്ന് സ്കെയിൽ ചെയ്ത് പോവാ, ഒരു പാറ്റേൺ ഫോളോ ചെയ്ത ഒരാളാണ്. പിന്നെ ചലഞ്ചസുകൾ, വേറെ എന്തൊക്കെ ചലഞ്ചസുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ചലഞ്ചസ് ഇതിന്റെ മെയിൻ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും പെട്ടെന്ന് വന്നുകാണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആക്സസറീസിന്റെ ഷോപ്പ് കാര്യങ്ങളും പല ഷോപ്പുകളും ഇടുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് പഠിക്കണം. എന്താണ് ഇത് മാർക്കറ്റ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോഴും ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ആക്സസറീസിന്റെ ഷോപ്പാണെങ്കിലും ഇല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഷോപ്പാണെങ്കിലും ഒക്കെ ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും പുതിയ ടെക്നോളജിയിലാണ് ഇറങ്ങിക്കൊണ്ട്, സ്കാനിങ് ആയിട്ടും. ആദ്യമൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല, വർക്ക്ഷോപ്പ് പോയി ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ അവരവരെ അതായത് വർക്ക്ഷോപ്പിൽ തന്നെ പോയി കണ്ട് ചെയ്യേണ്ട ലെവലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ മേഖലയിലുള്ള ആൾക്കാരും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണിത്. ഓരോ പുതിയ ടെക്നിക്കൽ വരുന്നതിനനുസരിച്ചിട്ടും അതിനനുസരിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ചലഞ്ചസുകൾ ഒന്ന് പഠിച്ചോണ്ടിരിക്കണം. അപ്ഡേഷൻ എനിക്ക് മനസ്സിലാവും. പണ്ട് വരുന്ന കാറിൽ സ്പീക്കറിൽ എപ്പോഴത്തെ സ്പീക്കർ, അപ്പൊ നിങ്ങൾ അത് എങ്ങനെ ഫിറ്റ് ചെയ്യണം, ഇങ്ങനെ ഡേ ടു ഡേ ലേൺ ഒന്നുകൂടെ പഠിച്ചാൽ എല്ലാം അറിയാന്നുള്ളതല്ല, കണ്ടിന്യൂസ് ലേൺ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളത് അത് നല്ലൊരു പ്രശ്നമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് വേണ്ട സ്റ്റാഫുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ട് ഇതേമാതിരി ഒരു ഹ്യൂജ് എമൗണ്ട് കൊണ്ടുപോയാണ് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 6 മാസം 7 മാസം വരെ ഇത് ഓടിച്ചിങ്ങാണ്ട് കഴിയൂല മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിൽ എനിക്കൊരു ഒരുപാട് ബിസിനസ്സിൽ ഫെയിൽ ആവുന്ന ഒരു മോഡൽ ഇതാണ്, എംപ്ലോയീസിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ഇതിനെന്തൊരു സൊല്യൂഷൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ടോ? അതിന് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ഒന്ന് നമ്മൾ സ്വയം അറിയണം. യെസ്, ഗ്രേറ്റ്. അതായത് നമ്മൾ എന്ത് പരിപാടിയാണെങ്കിലും അവിടെ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കയറുന്ന ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ അത് ഇനി പൊറോട്ട പണി ഒരു ഹോട്ടലാണെങ്കിൽ അത് പറയാൻ കൊടുക്കുന്നത് അത് തന്നെ ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാപ്പ ഗൾഫ് നിർത്തി വീട്ടിൽ വന്ന അന്ന് തന്നെയാണ് ഞാൻ ഗൾഫിക്ക്, അതായത് വാപ്പാനെ ഞാൻ കൊടുന്ന് വീട്ടിലാക്കി, കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ എന്നെ കൊണ്ടുപോയി എയർപോർട്ടിലാക്കി. അത്ര മാത്രമേ വാപ്പാനെ ഞാനിന്ന് കണ്ടിട്ടുള്ളൂ, ഞാൻ ഗൾഫ് പോണതിന് മുമ്പേ.
അപ്പോൾ അന്ന് വാപ്പ ഇവിടെ നാട്ടിൽ തന്നെ ഒരു ഹോട്ടലെടുത്തു. ഹോട്ടലെടുത്തുകൊണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താ എങ്ങനെയുണ്ട് ഹോട്ടൽ എന്ന് ചോദിച്ചേക്ക് അന്ന് വാപ്പനോട് പറഞ്ഞ കാര്യം കുറച്ച് കാലം നടത്തിക്കണു മൂപ്പര്. അന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത് ഷിയാബ് ഇത് ഞമ്മക്കറിയണം, പണ്ടാരിപ്പണിയാണെങ്കിൽ പണ്ടാരിപ്പണി മീൻസ് മേക്കിംഗ് ഷെഫായിട്ടുള്ളത് അത് നമുക്കറിയണം. അതേമാതിരി പിന്നെ സപ്ലയർ നമുക്കറിയണം, പിന്നെ ക്യാഷ്യറായിട്ട് നമുക്ക് നിൽക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുകയാണെന്ന് വെച്ചാൽ ഒരു ഹോട്ടലിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകണം, കുഴപ്പമില്ല. ഇതെന്താ വെച്ചാൽ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഷെഫ് ഉണ്ടാവില്ല, രാവിലെ വന്ന് കട തുറക്കുന്ന ടൈമിൽ ഷെഫ് ഉണ്ടാവില്ല, സാധനങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത് ഈ പഠനത്തിൽ കൂടി നമ്മൾ ഇത്രയും പൈസയും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെന്റ് താങ്ങണില്ല, സ്റ്റാഫുകൾ വരുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഒരു മൂപ്പര പറഞ്ഞതിൻ്റെ വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം പഠിക്കണം. അവിടെ എങ്ങനെ ആളില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ആളെ തികയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആൾക്കാരെ കസ്റ്റമേഴ്സിനെ ഷോപ്പിലേക്ക് വരുത്താൻ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം എന്ത് സംഭവത്തൊക്കെ ഇടാൻ. പിന്നെ ഒരാൾ ഇതിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അനുഭവങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ അതിടുക, ഇങ്ങനത്തെ ഒരു ഷോപ്പുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലാഭങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് അതിലൊരു ചർച്ച വരുള്ളൂ. അതിലെ ചർച്ച 2-3 ആള് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർ ആ ചർച്ച വരുന്ന ലാഭത്തെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് നഷ്ടത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയൊക്കെ നഷ്ടത്തേക്ക് പോകാം അതും കൂടി ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിരുന്നൊരു ഉത്തരം കിട്ടും. അതിന് വേണ്ട കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തെങ്ങാണ്ട് പോവുകയാണെന്ന് വെച്ചാൽ ഏത് ബിസിനസ്സും നാട്ടിൽ വിജയിക്കാം. അപ്പോൾ ഞാനൊന്ന് പറയാണ്, ചാലഞ്ചസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേഷൻ വരുമ്പോൾ അതിന് റെഡി ആയി നിൽക്കണം. അതായത് ഒരു മാറ്റം വരുമ്പോൾ അതാണ്. സെക്കൻഡ്, നമ്മൾ സ്റ്റാഫുകൾ, അതായത് നമ്മൾ സ്റ്റാഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യണം, പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണം. പിന്നെ ഇനിയിപ്പോൾ ഫണ്ടിൻ്റെ ഇപ്പോൾ എല്ലാവരും പ്രശ്നം, ഗൾഫിൽ നിന്ന് ചിലപ്പോൾ ഒരു 3000 റിയാൽസ് 4000 റിയാലൊക്കെ സാലറി അല്ലെങ്കിൽ കിട്ടുന്ന ഒരാൾ അയാളുടെ ബാക്കിയുള്ള എക്സ്പെൻസ് ഇങ്ങനെ വലിയ സേവ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവും. ചില വലിയൊരു ക്യാപിറ്റലൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് നാട്ടിൽ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവരോടൊക്കെ എന്തെങ്കിലും സജഷൻ കൊടുക്കാണ്ട്, അപ്പോൾ വലിയ കയ്യിൽ കാശൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനത്തെ ഒരാൾ ഷേഖാൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടാവുക? അവരോട് പറയണത് എന്താ, നേരത്തെ പറഞ്ഞു ചെറുതായി തുടങ്ങാന്നല്ലേ. ചിലർക്ക് ചെറുതായി തുടങ്ങാൻ പോലുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഫിനാൻഷ്യലി ഒരു ധൈര്യം ഉണ്ടാവില്ല. അതിനെന്ത് ചെയ്യണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാൻഡായി നിൽക്കുന്ന കമ്പനികളുണ്ടല്ലോ, ഏതായാലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അല്ല ഫണ്ടില്ല, വ്യത്യാസമാണ്. ഇപ്പൊ പറയാം, ഞാൻ ഗൾഫിലാണ്, ഒരു 6-8 വർഷം ഗൾഫിൽ നമുക്ക് നാട്ടിൽ നിൽക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ, അതിന് മാത്രം സേവിങ്സ് ഒന്നുമില്ല, പിന്നെ അതിന് മാത്രം എന്താ പറയുക ഫണ്ടില്ല, പക്ഷെ പണി അറിയാം, എനിക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ അറിയുന്നുണ്ടാവും. അങ്ങനത്തെ ഒരാൾ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ എന്താ ഉപദേശം? അല്ല, അവർക്ക് കൊടുക്കേണ്ട അഡ്വൈസ് എന്താ? അവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല വർക്കറും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതേമാതിരിയുള്ള ഷോപ്പുകൾ അവരെ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതായത് ഈ തോട്ട് ഇങ്ങനെയാണോ, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, നല്ല ഇതുണ്ട്, അവരെ ഷെയർ കൂട്ടിക്കാണ്ട് അവർക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ അവരെ നടത്തിക്കൊണ്ടുപോണ പോലെ ഫണ്ടേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ട്രസ്റ്റാണ്. നമ്മൾ ആദ്യം അവരെ വിശ്വാസത്തിലെടുക്കണം, മീൻസ് നമ്മൾ അവരെ വിശ്വാസത്തിലെടുക്കണം. കാരണം അവർക്ക് ഇപ്പൊ ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാലും എങ്ങനെയെങ്കിലും ചെയ്തിങ്ങാണ്ട് അവരെ കയ്യിലാണ് കൊടുക്കാന്നില്ല. അത് ഇതെന്നല്ല, ഒരു വീട് പണിയാണെങ്കിലും ശരി, നമ്മളൊരു എന്തിന്റെ ഒരു ഓഫീസ് വർക്ക് എടുക്കുകയാണെങ്കിലും വാഹനത്തിന്റെ വർക്ക് എടുക്കുകയാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കരുത്. ആ കസ്റ്റമർ പിന്നെ നമ്മളടുത്ത് വരില്ല. അപ്പൊ അവർക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടായി ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് വിശ്വാസകരം. ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഇറക്കി തരാം, ഷോപ്പ് ഇടാന്നുള്ളത്. ഈ ഷോപ്പ് ഇടലും എല്ലാവരും പറയും എനിക്ക് ആ ബ്രാഞ്ച് ഉണ്ട്, എനിക്ക് ഇത്ര ബ്രാഞ്ച് ഉണ്ട്, എനിക്ക് 4 ബ്രാഞ്ച് ഉണ്ട്. അതിലല്ല കാര്യം. ഉള്ള ബ്രാഞ്ചിൽ വൃത്തിയാക്കിയിട്ട് അവർക്ക് കസ്റ്റമറെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇവർ എന്നോട് പറഞ്ഞത് ക്യാഷ് ഇറക്കി തരാം, നമുക്ക് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് എന്താ പറയുക, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ, നിങ്ങൾക്കിത് പഠിച്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ ക്യാഷ് ഇറക്കി തരും. ആളെ കിട്ടൂലേ നമുക്കിത് നോക്കി നടത്താനും, അല്ലെങ്കിൽ ഇത് എങ്ങനത്തെ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് പിന്നൊക്കെ സിസ്റ്റമാറ്റിക് ആക്കാം. സിസ്റ്റമാറ്റിക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകണമെന്നൊന്നുമില്ല. അതും ഇതിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അവിടെ പോകണമെന്നോ ഇരിക്കണമെന്നോ ചെയ്യണമെന്നോ അല്ല, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഇപ്പോൾ എത്ര ആണെങ്കിലും ഇപ്പൊ നിങ്ങളാണ് ഇതിന്റെ ഓണറെങ്കിൽ നിങ്ങൾ കൗണ്ടറിൽ ഇരുന്നിങ്ങാണ്ട് നിങ്ങളടുത്ത് വന്നിങ്ങാണ്ട് 2 കാര്യങ്ങൾ സംസാരിക്കുന്നതും അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് സംസാരിക്കുന്നതും 2 അപ്പൊ അതിന്റെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ശരിക്കും നമ്മൾ പോണതിനനുസരിച്ചിട്ട് ഓരോ ഘട്ടമല്ലേ, അതിൽ ലാസ്റ്റ് സിസ്റ്റത്തിക്ക് തന്നെ വരണം, എന്നാലും ഉള്ളു പിന്നീട് നമുക്ക് ബ്രാഞ്ചുകളായിട്ട് പോകാനൊക്കെ. ഇപ്പൊ നമ്മളുടെ ബിസിനസിന്റെ, അതായത് കാർ ആക്സറീസ് എന്നുള്ള ബിസിനസ്സിൽ വൺ ഓഫ് ദി ലീഡിംഗ് ആയിട്ട് പെരുന്തണ്ണ നിൽക്കുന്നതാണ് ന്യൂ കാർ പാർക്ക്. നിങ്ങൾ റേറ്റിംഗും ബാക്കിയുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നോക്കി മനസ്സിലാവും. അപ്പോൾ ഈ കാർ പാർക്കിന്റെ ജേണി ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഇതിന്റെ നിങ്ങൾ യൂസ് ചെയ്ത കാര്യങ്ങളും
അതായത് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കസ്റ്റമർക്ക് എന്തൊക്കെയാണ് കാർ പാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുന്നൊരു കുറച്ച് കാര്യങ്ങൾ? കാർ പാർക്കിൻ്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരും ഒക്കെ പറയാം. പേര് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പിന്നെ മൊബൈലിൻ്റെ ഷോപ്പ് എന്തെങ്കിലും തുടങ്ങില്ലേ എന്ന് പറഞ്ഞേക്ക് അനിയൻ തന്നെ പറഞ്ഞു കാക്കു നമുക്ക് കാർ ആക്സറീസ് തന്നെ തുടങ്ങാം, അങ്ങനത്തെ ലെവലിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഫിഡൻ്റ് ആണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു കണ്ട് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷീറ്റിട്ട റൂം ലെവലിൽ ഇങ്ങനെ തുടങ്ങി സെറ്റായി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളടുത്ത് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ വീണ്ടും നമ്മളടുത്ത് തന്നെ വരണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അത് അവർക്ക് ചെയ്ത് കൊടുക്കുക. വന്നു കഴിഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞെങ്ങാണ്ട് വണ്ടി നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് അതാ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ കസ്റ്റമർ ഒരു പിന്നെ തെറ്റേണ്ട ഒരു ലെവലിലോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാകുന്ന ലെവലിലോ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലും എപ്പോഴും എല്ലാം വരുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ എൻ്റെ മൈൻഡല്ല വേറൊരാൾക്ക് ഉണ്ടാക്കുക. അത് 100 പേര് നമ്മൾ എങ്ങനെയും നല്ല സ്വഭാവത്തിൽ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ആൾക്കാർക്ക് ചിലപ്പോൾ അത് ശരിക്കും 1-2 അല്ല 10%. അതാണ് യൂണിവേഴ്സിറ്റി അല്ല നമുക്ക് ഒരിക്കലും 100 പേരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലെന്തായാലും 10% എക്സംഷൻ ആണ് യൂണിവേഴ്സിറ്റി വരുന്നത്. യൂണിവേഴ്സിറ്റി അപ്പൊ എത്ര അടിപൊളി കോളേജ് പഠിച്ചാലും എത്ര അടിപൊളി ഫോൺ ഇപ്പൊ ഐഫോൺ ഏറ്റവും അടിപൊളി ആണെങ്കിലും 10 പേര് മോശം പറയും. അത് അങ്ങനെയാണ്. നമ്മൾ ബാക്കി 90 പേരെ നമ്മൾ സേഫ് ആക്കുക. 100-ൽ 98 നമുക്ക് സേഫ് ആക്കാൻ പറ്റുമെന്നുള്ള നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ടാണ് പോണത്. പിന്നെ അതിലിപ്പോ ഈ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ 2011 3 സ്റ്റാഫായിട്ട് തുടങ്ങിയ സ്ഥാപനം. 3 സ്റ്റാഫിൽ 2 പേരും നിങ്ങളും പുറത്തുനിന്ന് ഒരാളും, അക്കും ഷാബും പിന്നെ ഒരു പണിക്കാരനുണ്ടെന്ന് 30 സ്റ്റാഫിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അതായത് അന്നത്തെ ആളല്ല ഇന്നത്തെ ആൾ. ഒരുപാട് ബിസിനസ്സും മണി ട്രാൻസ്ഫറും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ലേൺ ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള സ്കിൽസ് ലേണിങ്സ് പറയുകയാണെങ്കിൽ എന്താണ് മസ്റ്റായിട്ട് വേണ്ട ഒരു 3 കാര്യങ്ങൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ? വരുന്ന കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ഉണ്ടാകണം. അതായത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഒന്ന്. രണ്ടാമത് പഞ്ച്വൽ. നമ്മൾ പഞ്ച്വലാണ് ഷോപ്പ് തുറക്കണ ഇതാകണ നടക്കുക. പിന്നെ ഒരു കസ്റ്റമറോട് നമ്മൾ ഇന്ന ടൈമിൽ നമ്മൾ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. വാക്ക് ആ ട്രസ്റ്റിൽ തന്നെ വാക്ക് അതിൽ ഏതൊക്കെ വർക്കാണ് എന്താണുള്ളത് കൊട്ടേഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ടൈമിന്റെ ഉള്ളിൽ ഇത്ര പീരീഡിന്റെ ഉള്ളിൽ നമ്മൾ തീർത്ത് കൊടുക്കുക. അത് പലർക്കും ഇല്ലാത്തൊരു സംഭവം കേട്ടോ. അപ്പൊ ഞാൻ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ചില വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പറഞ്ഞ ഡേറ്റ് ഒന്നും അത് മസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊരു വേർഡ് ഓഫ് മൗത്ത് ആയിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് തന്നെ പോകും. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ടൈമിന് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചിലപ്പോൾ ആലോചിക്കലുണ്ട് ഈ ടൈമിന്റെ കൂടെ വാച്ചും ഒപ്പം ഓടുന്നുണ്ടോന്ന്. നമ്മൾ പല കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഈ പണി നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ വർക്ക് എടുത്ത് രാവിലെ തൊട്ട് പെട്ടെന്ന് വൈകുന്നേരം ആകേണ്ട ആ ടൈമിൽ തന്നെ വാച്ചും ഓടുന്നുണ്ട് കേട്ടോ പിന്നാലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഒരു കോമഡി രൂപത്തിൽ പറച്ചിലുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ അത് തീർക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് മതി അടുത്ത വണ്ടി പിടിക്കല്. ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഇടുകയും എല്ലാം പാടാകുമ്പോഴാണ് പ്രശ്നം. ഈ നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളത്? കാരണം ഞാൻ ഇപ്പൊ കാണും BNIയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങളൊരു ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് നെറ്റ്വർക്കിംഗ്. ഞാൻ പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഞാൻ 4 വർഷം മുമ്പ് BNIയിൽ ചേരാൻ വേണ്ടി നിന്നതാണ്. ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു BNIയിൽ ഷാബിനെ ചേർത്താൽ മതി ഇറങ്ങാണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അവൻ തന്നെ ചേർന്നോളൂ, ഞാൻ ഏതായാലും അടുത്ത വർഷം ഞാൻ ചേർന്നോളാം എന്നുണ്ടെങ്കിൽ അവനെ ചേർത്ത്. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് പിന്നെ അന്ന് കൊറോണയുടെ ടൈമായിരുന്നു. രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയൊക്കെ മീറ്റിങ്ങിൻ്റെ ഇതിലിരുന്നു. അത് ഓൺലൈനിലിരുന്നു. അത് കഴിഞ്ഞാണ്ട് ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കുറേ പ്രാവശ്യം അവർ വരുന്നുണ്ട്. ഞാൻ ചെയ്യുക കുറച്ചായിട്ട്. കാരണം മീറ്റിങ്ങിന് ഇത്ര ടൈം വരുമല്ലോ എന്ന് കരുതിക്കാണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലെ 7 മണിക്കാണ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പം ഈ ലാസ്റ്റ് നല്ലൊരു തീരുമാനമായി ഞാൻ അടുത്തത് എന്നുള്ളത് എനിക്കറിയാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ബിസിനസ് മാൻ, ഒരുപാട് ആ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ ഒരു കുടക്കയിലാണ് കിട്ടുകയാണ് പല വർക്കുള്ളത്. പിന്നെ അവരേക്കുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യുക എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനും കട്ടക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അതൊരു വലിയ സംഭവം. ഇപ്പൊ നമ്മളൊരു കോമൺലി വരുന്നുണ്ട്. നമ്മളൊരു 5 പേരെ കൂടെ നടക്കുകയാണെങ്കിൽ ആ 5 പേരുടെ ആവറേജാണ് 6ാമത് വരുന്ന ഒരാൾക്ക്. അതായത് ചന്ദന ഷാദി പണ്ട് പറഞ്ഞ പോലെ അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുണ്ട് നമുക്ക് ബിസിനസ്സിലും അത് ഹെൽപ്പ് ചെയ്യുന്നു, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കും. അപ്പൊ എനിക്ക് BNIനെ കുറിച്ച് കിട്ടി. ഇനി നാട്ടിലെ ഗ്യാങ് നിങ്ങൾ ഭയങ്കര ലൈവായിട്ട് ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണ കാണാം. ഇപ്പൊ JC സ്പോൺസർ ചെയ്യണം, ലീഗ് നടത്തണം. അപ്പൊ ആ ഒരു നാട്ടിലെ ഗ്യാങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ഇപ്പോൾ നിങ്ങളൊരു ബാക്കിയുള്ള നാട്ടിൽ കാണാത്ത, അപ്പൊ ഞാൻ കൂടുതൽ വന്ന് കാണുന്നോണ്ടാക്കാറുണ്ട്. എനിക്ക് ബാക്കിയുള്ള നാട്ടിൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഭയങ്കര കുട്ടികളും വലിയവരൊക്കെ കൂടെ കളി പരിപാടിയൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. നാടിനെ പറയുമ്പോൾ എനിക്ക് എന്തായാലും സന്തോഷമായിരുന്നു. നാട് പണ്ട് മുതലേ ഒരു നാടിന്റെ പേരെന്ന് പറഞ്ഞു തുടങ്ങി എരയമംഗലം. നാടിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൾഫിൽ നിൽക്കുമ്പോഴല്ലേ നാട്ടിൽ നിന്നുള്ള ചെക്കന്മാർ വിളിച്ചിട്ട് പറയും, എടാ ഈ അവിടെ പോയി മരുഭൂമിയിൽ നിൽക്കുകയാണോ,
ഇവിടെ മഴയൊക്കെ പെയ്ത് കുളങ്ങളൊക്കെ നിറന്ന് ഞങ്ങളിത് ആ പുല്ല് കൂടിയൊക്കെ ഓടി അങ്ങനത്തെ ഒരു മൂഡ് ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരുടെ സംസാരം വരിക. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന നാട്ടിൽ പോവുക എന്നുള്ള പിന്നെ ഈ ഗൾഫിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിലെ കല്യാണ വീഡിയോസൊക്കെ കാണുക. എന്താ വെച്ചാൽ നാട് കാണാലോ എന്ന് കരുതിയിട്ട് ആര് വരികയാണെങ്കിലും പിന്നെ നമ്മൾ പറയും ബീഫും പത്തിരിയൊക്കെ കൊണ്ടുകൊണ്ട് പറയുന്നതിന് പകരം പറയാം ആരെങ്കിലും കല്യാണ കേസ് ഉണ്ടെങ്കിൽ കൊണ്ടുകൊണ്ടുപോകുന്നത് എല്ലാവരും കാണാൻ കരുതിയിട്ട് അങ്ങനത്തെ ഒരു വൈബിൽ പോയി. നാട്ടിലത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും കട്ടക്ക് നിൽക്കണ കുറച്ച് ചെറിയ കുട്ടികളാണെങ്കിലും വലിയവനാണെങ്കിലും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകത എന്താ പറയുക, രാഷ്ട്രീയം വരുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അത് ലീഗാണ്, ഇത് മാർക്സിസ്റ്റാണ്, ഇത് കോൺഗ്രസ് ആണ്, ഇത് BJP ആണ്, അങ്ങനത്തെ ലെവലിൽ നിൽക്കുള്ളൂ. ആ വോട്ടിൻ്റെ ആ ഒരു ടൈമിന് മാത്രം അത് ഇഷ്ടമുള്ളവർക്ക് അവനക്ക് കുത്താം. പക്ഷെ ഇവൻ്റെ ബൂത്തിൽ അവൻ്റെ ബൂത്തിൽ ഇവരൊക്കെ എല്ലാവരും തോളുകൂടി കൈയിട്ടിട്ടാക്കാറ്. ആ രാഷ്ട്രീയം കഴിഞ്ഞാണ്ട് വോട്ടുകളൊക്കെ പെട്ടിയിലായി കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇലക്ഷൻ്റെ ടൈം ആവുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ എല്ലാവരും തോളുകൂടി കൈയിട്ടിട്ട് ഒന്നിച്ച് ഭക്ഷണം എനിക്ക് ഓർമ്മയുണ്ട്. ഓണാഘോഷമൊക്കെ അവിടെ ഭയങ്കര സംഭവമായിട്ടാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എൻ്റെയും കൂടി ഫ്രണ്ട്സ് ആക്കാറ്, എൻ്റെ പ്രായക്കാരെ എൻ്റെ ഫ്രണ്ട്സ് അനിയൻ്റെയും കൂടി ഫ്രണ്ട്സ് ആക്കാറ്. എന്നാൽ അത് കരുതിയിട്ട് അങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവനോട് പറഞ്ഞു ഇവനോട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒന്നുമില്ല. ഒക്കെ ഒരു ഓപ്പൺ മൈൻഡിലായിട്ട് കട്ടക്കാണ്. ഭയങ്കര സംഭവം സെറ്റാണ്. അത് നാട്ടിലെ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, കാരണം ടൈം കുറച്ചായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉദ്ദേശം, നിങ്ങൾ ഓട്ടോമോട്ടീവ് ഇപ്പൊ കാറിന്റെ ആക്സസറീസിനെ കുറിച്ച് ആൾട്രേഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ചർച്ചകളുണ്ട്. അത് ചെയ്ത പ്രശ്നം ഇപ്പൊ ബസ്സൊക്കെ വെള്ളം ഊശിക്കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ അവരെ മോശപ്പെടുത്തല്ല. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നമ്മളെ ഗണേഷ് സാറിനെ കിട്ടി വിചാരിച്ചോ, മന്ത്രിനെ കിട്ടി വിചാരിച്ചോ, മൂപ്പരാണല്ലോ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവർക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ അവരോട് നിങ്ങൾക്ക് സംസാരിക്കണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളൊരു എന്താ പറയുക ആക്സറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളും ആക്സറീസിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു എന്തൊക്കെ അവരോട് പറയുന്നുണ്ടാവും, ഒരു 3-4 കാര്യങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ, തീർച്ചയായിട്ടും പറയാനുണ്ട്. അങ്ങനെ ഗണേഷ് സാറിൻ്റെ മുമ്പിൽ വരികയാണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ മൂപ്പര കാര്യം ഒന്ന് എടുത്ത് പറയാനുണ്ട്. ഞങ്ങളെ കാറ്റ്ഫെഡ് കാർ ആക്സസറീസിൻ്റെ കാറ്റ്ഫെഡിൻ്റെ ജില്ലാ സമ്മേളനത്തിന്, സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളത്ത് വെച്ചിട്ട് മൂപ്പര മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായി. പക്ഷേ അവിടെ സാറിൻ്റെ സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര എന്തിനെക്കുറിച്ചാണ് എന്താണ് മൂപ്പര് പറയണത് വെച്ചാൽ അത് വ്യക്തമാക്കിയിട്ട് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തന്നതാണ് ആക്സസറീസിലൊക്കെ. അങ്ങനെ ഒരു കഴിവുള്ള ആളാണ്. പിന്നെ ഒരു ചെറിയ വണ്ടി പ്രാന്തനം കൂടിയാണ് മൂപ്പര്. കോളീസ് അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര ഒരു വണ്ടി പ്രാന്തനം കൂടിയാണ് മൂപ്പര്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതാത് മേഖല ഏതാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുമാണ് മന്ത്രിയാകാൻ എന്ന് അറിയണ്ടല്ലോ. അങ്ങനെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയുള്ള ആളാണ് ഗണേഷ് സാർ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിനെ കുറിച്ചിട്ട് അറിയാം. പിന്നെ വണ്ടി ക്രൈസ്, ഏത് KSRTC ബസ്സാണെങ്കിലും ഓടിക്കുന്നുണ്ട്, ഏത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിർത്തി ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ഇതില്ല. പിന്നെ മൂപ്പരെ വീട്ടിൽ തന്നെ ഒരുപാട് കാറിന്റെ മിനിയേച്ചർ ഇഷ്ടം പോലെ ഉണ്ട് സംഭവങ്ങൾ. അപ്പൊ എനിക്ക് ചോദ്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ഒരുപാട് അന്യ സംസ്ഥാനങ്ങളിലെ ഈ നമ്പർ ഉണ്ടല്ലോ, നമ്പർ ഇപ്പൊ ദുബായിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാതിരി അന്യ സംസ്ഥാനത്ത് നമ്പർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ എനിക്ക് എന്റെ വണ്ടിയുടെ നമ്പർ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ വണ്ടി വിൽക്കാം, പക്ഷെ നമ്പർ വിൽക്കണ്ട. മനസ്സിലായോ? ബാക്കിയുള്ള സ്റ്റേറ്റിലുണ്ടോ? ബാക്കിയുള്ള സ്റ്റേറ്റ് കൂടെ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹരിയാനയിലുണ്ട്, UP യിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും പിന്നെ സാറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളുള്ളൂ. എന്തോ മീൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പ്യൊക്കെയാണ് ഈ നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറഞ്ഞാണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ. ഇപ്പോൾ 6 പിന്നെ 369 നമ്പർ കേൾക്കുമ്പോൾ തന്നെ ആരതാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്പർ വണ്ടി മാറ്റാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്പർ പോകുമല്ലോ എന്ന് കരുതിയിട്ട് വാഹനം മാറ്റാതെ വീട്ടിൽ നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ആ നമ്പർ കിട്ടുകയാണെന്ന് വെച്ചാൽ, കാരണം എൻ്റെ വാപ്പ മേടിച്ച നമ്പറാ, ലേലത്തിലെടുത്തതാ. വാപ്പ ഇപ്പോൾ ജീവനോടല്ല, മരിച്ചു പോയിക്കണു. അപ്പോൾ അതിന്റെ ഓർമ്മ അതിൽ നിൽക്കട്ടെ നിർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വണ്ടി കൊടുക്കാനും താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ പുതിയൊരു വണ്ടിക്ക് ആവശ്യമുണ്ട്. കാരണം മൈലേജും ബാക്കിയുള്ള എല്ലാം കൊണ്ടും BS6 വണ്ടികളൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയില്ല. അപ്പൊ അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വേണമെന്നുള്ളൊരു പുതിയ റൂൾ വേണം. അപ്പൊ ഇങ്ങനത്തെ റൂള് ഗണേഷ് സാറ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റുകയാണെങ്കിലും ആ നമ്പർ അതാത് ആൾക്കാർക്ക് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ബെൻസിനോ ഓടിക്കും, ഇപ്പോൾ ആദ്യം ചെറിയ മാരുതി 800 ഇപ്പൊ അവർ വലുതായി, അവർക്ക് ഒരു ബെൻസോ ഓഡിയോ ഏതെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ അവർക്ക് ഓഡിയോമൊക്കെ ചെയ്യാൻ സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കൊടുക്കുന്ന ആൾക്കാർക്ക് RDO MVDന്ന് പുതിയ നമ്പർ എടുത്തുകൊണ്ട് കൊടുക്കുക, ഇവരെ നമ്പർ ഇവരെന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ഓൾറെഡി വേറെ സ്റ്റേറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ട് ചെയ്തോണ്ട്. ഒരു കാര്യം വേറെ എന്തെങ്കിലും
പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ AI ക്യാമറ ഒക്കെ വന്നുകൊണ്ടുള്ളതാണ്. കാരണം ഇതിൽ ഓരോ റിലേറ്റഡ് ആണ്. ഒന്നിന്ന് നമ്പർ ലേലം വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് 000 ചേർക്കണം. ഇഷ്ടപ്പെട്ട നമ്പർ ലേലം വിളിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലൊരു പിന്നെ വരുമാന മാർഗം കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെന്റിനും അതേമാതിരി ഗവൺമെന്റിനും നല്ലൊരു വരുമാനമാണ്. കാരണം ഇഷ്ടപ്പെട്ട നമ്പർ ലേലത്തിൽ വെക്കുക, ലേലം വിളിച്ചെടുക്കുമ്പോഴൊക്കെ ഗവൺമെന്റിന് നല്ലൊരു എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. അവർക്ക് ഇഷ്ടം ഉണ്ടാവുകൊണ്ടാണ് ചെയ്യണത്. പിന്നെ മോഡിഫിക്കേഷനിൽ ഈ കുറേ ചെറിയ കുട്ടികളുണ്ട്, അവർ ഈ സൈലൻസറിന്റെ സൗണ്ട് മാറ്റിയിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആകൊണ്ടാണ് ഈ മോഡിഫിക്കേഷനിൽ വല്ലാതെ ഇങ്ങോട്ട് ആൾക്കാരെടുത്ത് പറയണത്. ബുദ്ധിമുട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഭയങ്കര നോയ്സി ചെയ്തു പോകുമ്പോഴും ഒരാൾ ചെറിയൊരു ഫോഗ് ലാമ്പ് വെച്ചാൽ രണ്ടിനും കാറ്റഗറൈസ് ചെയ്യാൻ എന്താ പറയാ ആൾട്ടർനേറ്റീവ് ഒന്നാണ്. ആൾട്ടർനേറ്റീവ് ഇവര് ജനങ്ങൾ ഹേറ്റ് ചെയ്യുന്ന ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷെ ഗവൺമെന്റിന് ഒന്നാ കൂടി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രശ്നം അത് എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിങ്ങാണ്ട് എങ്ങനെയാണ്, കാരണം ഞങ്ങളും ടാക്സ് കൊടുത്തിട്ട് തന്നെയാണ് ഈ സാധനം. അല്ല, ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഇപ്പൊ അൾട്രേഷൻ പറഞ്ഞ സൗണ്ടിന്റെ പ്രശ്നം പറഞ്ഞത്, ഇപ്പോൾ BM ലക്ഷറി കാസിന്റെ സൗണ്ട് നല്ല സൗണ്ടുള്ള കാറുകൾ ഓൾറെഡി ഉണ്ട്. ഇനി രണ്ടാമത് സൗണ്ട് വീലിന്റെ കേസ് വരാണെങ്കിൽ ഷോറൂം നടക്കും വീലുള്ളതുണ്ട്. പിന്നെ മൂന്നാമത് ലൈറ്റിന്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ലൈറ്റ് ഉള്ളതുണ്ട്, സൗണ്ട്. അപ്പൊ എല്ലാം ഓൾറെഡി ഉണ്ട്. അതായത് ഫ്രഷ് വണ്ടികൾക്ക് വരുന്നുണ്ട്. പാവപ്പെട്ടവന് മാറുമ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ കോൺട്രവേഴ്സിക്ക് പോല. അതിൽ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ കമ്പനിനെ കുറ്റം പറയുക കാര്യങ്ങളല്ല. ഇപ്പൊ സാധാ സ്കൂട്ടി, ഏത് കമ്പനിന്റെ സ്കൂട്ടിയാന്ന് പറയണില്ല, നല്ല വൈറ്റ് ലൈറ്റാണ് വരുന്നത്. ഈ സ്കൂട്ടിന്റെ ലൈറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും തറപ്പിച്ച് കുത്തുന്നതാണ് അത്. പക്ഷെ അത് കമ്പനിന്ന് ഓൾറെഡി വണ്ടി വന്നോണ്ടാവുകൊണ്ട് പ്രശ്നമല്ല. നമ്മൾ ഷോപ്പിൽ വന്നും കണ്ട് ഒരു LED ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്, സ്റ്റോക്കാ എങ്ങനെയായിരുന്നു, ആലോചനയായിരുന്നു, അതുകൊണ്ട് ആലോചന തന്നെ ഇടണം, വൈറ്റ് ആക്കാൻ പറ്റൂല, അതിനനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് കുറെ ആലോചിച്ചുണ്ട്. ഇപ്പൊ മറ്റേ അമിത് അങ്ങനെ ഒരാളുണ്ടല്ലോ, ആക്ടർ ചക്കാലിക്കലും ണ്ട് ഈ ഹിൽ ഏരിയയിലൊക്കെ യെല്ലോ ഇടാതെ മറ്റേ ഫോഗ് കാണാൻ എന്ത് ചെയ്യാ പറ്റൂല എന്ന് പറഞ്ഞോട്ട് പോകണ്ടേ. ഇപ്പൊ വേറെ ഒരാൾ പറഞ്ഞ തന്നെ ഉണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട് കുന്നിന്റെ മുകളിലാണ്, അപ്പൊ എനിക്ക് അങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ സാധാ ടയർ പറ്റൂല, അവിടേക്ക് ഓഫ് റോഡ് വണ്ടി ഓഫ് റോഡ് ടയർ തന്നെ വേണം. അപ്പൊ കുന്ന് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടയർ ഇവിടുന്ന് മാറ്റിടുക, കുന്ന് കയറുക, എന്നിട്ട് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഞാൻ തിരിച്ചിങ്ങാണ്ട് അതിനെന്താ ചെയ്യേണ്ട അറിയാം. ഇനി ഞാൻ പറഞ്ഞുതരാം. MVD അതാത് MVD അവിടുത്തെ ജിയോഗ്രാഫിക്കൽ ഏരിയ അവിടെ എങ്ങനെ ചെന്നിങ്ങാണ്ട് അതിന് ഫീസ് മേടിക്കാം, ഒരു ഫീസും കൂടി വേണ്ട, അതിനൊരു ഫീസ് ഈടാക്കിങ്ങാണ്ട് ഫീസ് മേടിച്ചിട്ട് ആ ഏരിയ അവർ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി കാണിച്ചിട്ടോ അവർക്ക് എന്തായാലും ഈ വണ്ടി വേണമെന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് അത് ഈ വണ്ടിന്റെ RC ബുക്കിന്റെ കൂട്ടത്തിൽ വെക്കുക, അവർക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ ഇത്ര ഈ ടൗൺ വിട്ടിട്ട് ഇത്ര പോകാൻ പറ്റൂല, അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരാൻ അതിനൊക്കെ ഒരു എമൗണ്ട് ഒക്കെ പറ്റുന്നൊരു കാര്യം. വാഹനം എന്ന് പറയുന്നത് എന്തിനാ, നമ്മളെ സൗകര്യത്തിന് ചെയ്യാനാണ്, നമുക്ക് പോകാനാണ്. ഈ കുന്നും മലയും നമ്മൾ നടന്ന് കയറുന്നതിന് പകരം വാഹനത്തിൽ പോയിങ്ങാണ്ട് അവർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ MVDക്ക് പിന്നെ കുറേ ഓഫീസർമാർ നല്ലതുണ്ട്, അവർക്ക് മനസ്സിലാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിങ്ങനെയാണ്, ഈ കാലത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറണം, അല്ലാതെ കഴിയൂല എന്നുള്ളത് അറിയുന്ന ഒരുപാട്. പിന്നെ പഴയ കാലത്തെ കുട്ടമ്പിള്ള പോലീസുകാരന്മാരൊന്നുമല്ല, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ഓഫീസർമാരാണ്. പിന്നെ അവരൊക്കെ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നതൊക്കെ. പിന്നെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെന്നെ എന്തെന്നെ ചെയ്താലും നിയമം എന്താ എഴുതിയിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്താന്നുണ്ട്. കാരണം ഈ നമ്പർ 1 ഏറ്റവും വേൾഡ് വൈഡ് തന്നെ അടുത്ത് പറയാണ്, മോഡിഫിക്കേഷനിൽ കേരളത്തിലുള്ള പിള്ളേര് പറഞ്ഞ ചില്ലറ പിള്ളേരല്ല. അവരെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങണേക്കാൾ ഏറ്റവും ടോപ്പ് ലെവലിൽ പുറത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റത്തെ ഐറ്റംസുകൾ എടുത്തുകൊണ്ട് പുറത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓരോ എക്സ്പോനും പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി ഇനി കോപ്പി കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും. കാരണം അവിടെ ഇരുന്ന് കണ്ട അത്രയും മലപ്പുറത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. മലപ്പുറത്തിന്റെ ക്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഫുട്ബോള്, 2 വണ്ടിയാണ്. അത് ഇപ്പൊ പറച്ചിൽ തുടങ്ങിയിട്ടില്ലേ, അവന്റെ കയ്യിൽ വണ്ടി ഇല്ലെങ്കിൽ കാലുമ്പോ കളി ഉണ്ടാവും അറിയാം. കയ്യിൽ അവന്റെയൊക്കെ നല്ലൊരു വണ്ടി ഇല്ലെങ്കിൽ അവന്റെ കാലുമ്പോ ഒരു കളി ഉണ്ടാവും എന്നുള്ളത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പതാ പൂട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ചെക്കന്മാർ ഇറങ്ങുന്നുണ്ട്. എന്തായാലും പിന്നെ എന്താന്ന് പറയുക, ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തുള്ളത് സ്പോർട്സ്, അതേമാതിരി വണ്ടി പ്രാന്തന്മാര് അങ്ങനെയൊക്കെ ലെവലിലാണ്. അതുമൊക്കെയാണ് അവർക്ക് ക്രൈസ് കയറുന്നത്. ഇതിൽ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ലഹരികളായിട്ട് മയക്കുമരുന്ന്, മറ്റേത് മറിച്ചത്, MDMA എന്നൊക്കെ പറഞ്ഞാണ്ട് അതുമൊക്കെ കുറേ കുട്ടികൾ എന്ത് ചെയ്യും, അതുമൊക്കൊന്നും അല്ലാതെ വലിയണില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്രൈസുമൊക്കെ പോകുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളുമാണ് ഇത് വരുന്നത്. അതുമ്പോൾ തന്നെ മക്കളെയാണെങ്കിലും നമ്മളെ മക്കളെയാണെങ്കിലും അതുപോലെ ആക്കിയിട്ട് നടത്തുക. എന്നാൽ വേറുള്ള കാര്യത്തുമൊക്കൊന്നും അവർക്ക് മൈൻഡ് പോകാതിരിക്കും. അങ്ങനത്തെയൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കെന്നാ സെഷൻ എന്തായാലും കുറച്ച് ടൈം എടുത്തു ഞാൻ കൂടുതൽ. അപ്പോൾ എനിക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിയുന്നു, എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം.
ഇപ്പം നിങ്ങൾ വീണ്ടും ഇപ്പം നിങ്ങളെ നോളജ് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആൾക്കാർ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തു, വീണ്ടും 2011 പോയിട്ടൊരു ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുമോ? അതായത് ഇപ്പോഴത്തെ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾ 2011 തന്നെ പോവാണ്, 14 വർഷം ബാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരണ്ടാവും ആ ബിസിനസ്സിൽ? കാരണം ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിക്കോട്ടെ ചോദിച്ചാൽ. ഓക്കെ, ഇപ്പത്തെ തുടങ്ങേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അന്ന് നമ്മൾ തുടങ്ങിയ 2012-11 തുടങ്ങിയ ആ ലെവലിലേ അല്ല ഇപ്പോൾ നാട് നിൽക്കുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. ഏകദേശം 2025 ആയില്ലേ, ഏകദേശം ഒരു 13-14 വർഷത്തിന്റെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. AI മുതൽ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് കുറെ ആയിട്ട് വരുന്നതുള്ളത്. അപ്പോൾ അങ്ങനത്തെ, അതായത് ഉദാറ്റ ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് സ്പാനർ പിടിച്ച് തിരിക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ ഒരു ലാപ്ടോപ്പോ ഫോണോ മതി, അതിൻ്റെതായ മാറ്റങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ഷോപ്പാണെങ്കിലും എന്താണെങ്കിലും അതിനോടനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ സ്റ്റാഫുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻ, അത് മെയിനായിട്ട് തന്നെ. അല്ല ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് അന്ന് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് പറ്റി ഇപ്പോൾ കറക്റ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല? അപ്പോൾ ഏകദേശം അന്ന് അങ്ങനെ പറ്റുള്ളൂ. അന്ന് എൻ്റെ ഒരു ഇതിൽ അപ്പം എനിക്ക് മനസ്സിലായ കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഷോക്ക് ചെയ്തൊരു കാര്യം ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് വേണം. പിന്നെ അപ്പത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, കാരണം എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. അതാണ് അതിനനുസരിച്ച് കുറിച്ച് പറയാൻ. അപ്പോൾ ഓക്കെ, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാറിന്റെ എന്തൊക്കെ പണി എടുക്കുന്നോട്ട് പറഞ്ഞു. അത് കാറിന്റെ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നുണ്ട്. കാറിന്റെ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ പെയിന്റിങ്, ഡെന്റിങ്, അതുപോലെ തന്നെ കാറിന്റെ ആക്സസറീറ്റ്, സബ് ആമ്പ്, സീറ്റ് കവർ, പിന്നെ നമ്പർ പ്ലേറ്റ്സ്, പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുവിധം വാഹനത്തിൻ്റെ പിന്നെ സൺറൂഫ് ചെയ്യുന്നുണ്ട്, പനോറമിക് ചെയ്യുന്നുണ്ട്, പിന്നെ ഡീറ്റെയിലിങ്, പിന്നെ പോളിഷിങ്, സെറാമിക്, പിന്നെ എല്ലാ പണിയും എല്ലാം A to Z. പേജിന്റെ പേര് ന്യൂ കാർ പാർക്ക് കാർ ആക്സസറീസ്. അതിൽ ഫോളോ ചെയ്താൽ മതി. അതിൽ നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു മിസ് കോളോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാലോ നിങ്ങൾ അവിടുന്ന് ആൾ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നാൽ ഞങ്ങൾ വൈൻഡ് ചെയ്യാണ്. ആ ക്യാമറ ലോക്കിയിട്ട് ഒരു ബൈ പറഞ്ഞേ. ബൈ.